ഈ രണ്ട് ഭിക്ഷക്കാരുടെ മുന്നിലേക്ക് ഒരു പയ്യന്റെ കയ്യിൽ നിന്നും ഒരു വാലറ്റ് വീഴുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ ആ വാലറ്റിനായി തല്ലുകൂടി. ജോൺ ഇപ്പോൾ ആ വാലറ്റ് കൈക്കലാക്കി ഇപ്പോൾ അത് തുറന്നു നോക്കി. യഥാർത്ഥത്തിൽ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് പയ്യനാണെങ്കിൽ അവരെ കളിയാക്കാൻ മനഃപൂർവ്വം ആ കാലിപ്പേഴ്സ് അവിടെ കിട്ടതാണെന്ന് കരുതി എറിക്കും ആ ഒരു പയ്യനെ തെറി വിളിച്ച് ഒരു $5 അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞത് സെക്കൻഡിൽ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വാലറ്റിനകത്ത് $5 പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ ഇത് കണ്ട് ഷോക്കായ ജോൺ ആണ് ഉറപ്പിക്കാൻ വേണ്ടി ആ വാലറ്റിനകത്ത് ഒരു $100 ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു നോക്കിയതുപോലെ ഇപ്പോൾ ആ വാലറ്റിനകത്ത് $100 പ്രത്യക്ഷപ്പെടുന്നു. ആ വാലറ്റിന്റെ പവർ മനസ്സിലാക്കിയവർ അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് പണം നേടി വളരെ ആഡംബരത്തോടെ അവർക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ജീവിക്കുകയാണ്. എന്നാലും എറിക് ആണെങ്കിൽ വളരെ മടിയനായി പണമെല്ലാം ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്നത് കണ്ട് ജോൺ അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു ഒരുപാട് തവണ എറിക്കിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലാണെങ്കിൽ ജോണിനെ മൈൻഡ് ആക്കുന്നില്ല. ഇത് കണ്ട് സഹികെട്ട ജോൺ ആണെങ്കിൽ ഒരു ദിവസം എറിക്കിനോട് ഒരു ഞെട്ടിക്കുന്ന സത്യം പറയുന്നു. കാരണം യഥാർത്ഥത്തിൽ അവനാണെങ്കിൽ ആ ഒരു വാലറ്റ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇത് കേട്ട് വളരെയധികം ദേഷ്യം വന്ന എറിക്കാണെങ്കിൽ ജോണിനോട് വളരെയധികം മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കും. എറിക്കിനോട് ആ വാലറ്റ് നമ്മളുടെ ജീവിതം നശിപ്പിക്കുമെന്നും തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾക്ക് ആവശ്യമായ പണമുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. എന്നാലും വിചാരിച്ചതുപോലെ എറിക്കിനാണെങ്കിൽ അതത്ര വിശ്വാസമായില്ല. പഴയതുപോലെ താൻ വീണ്ടും തെരുവുകളിലേക്ക് പോകേണ്ടി വരുമെന്ന് കരുതി വെച്ചവൻ ഇപ്പോൾ ആ വാലറ്റ് തപ്പി ജോണിന്റെ റൂമിലേക്ക് കയറുന്നു. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ആ മാജിക്കൽ വാലറ്റ് ജോണിന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ശേഷം ജോൺ ആണെങ്കിൽ മനഃപൂർവ്വം തന്റെ കയ്യിൽ നിന്നും ആ വാലറ്റ് ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാണ് അത് ചെയ്തതെന്ന് കരുതിയാണെങ്കിൽ ഇപ്പോൾ മറുത്തൊന്നും ചിന്തിക്കാതെ ജോണിനെ അവിടെ വെച്ച് ക്രൂരമായി ഇല്ലാതാക്കുകയാണ്. പക്ഷേ പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെ എറിക് ഇപ്പോൾ ഒരു കഫയിലേക്ക് ചെന്ന് കോഫി വാങ്ങിച്ച് ആ വാലറ്റിൽ $5 ഇപ്പോൾ എടുക്കാൻ നോക്കിയതും അവനെ കൊണ്ടതിന് സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അതിന് പറ്റാത്തത് കണ്ട് വളരെയധികം ദേഷ്യം വന്നവൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കിച്ചുകൊണ്ട് അവന്റെ തൊട്ടപ്പുറം ജോൺ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് അവൻ ഇപ്പോൾ വളരെ വിചിത്രമായി പെരുമാറുന്നത് കണ്ട് ആ ഷോപ്പിലെ സ്റ്റാഫ് ആണെങ്കിൽ അവിടെ നോക്കിയല്ലാതെ അവിടെ മറ്റാരെയും അവന് കാണാൻ സാധിക്കുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ എറിക് അത് ഹാലുസിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ജോൺ അവനോട് ഇനി നിന്റെ ജീവിതം മുഴുവൻ നിന്നെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എറിക് അത് കാര്യമാക്കാതെ ഇപ്പോൾ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ എറിക് ആണെങ്കിൽ ആകെ സമനില തെറ്റിയ രീതിയിൽ അവന്റെ ജീവിതം ഇപ്പോൾ ജീവിച്ചു തീർക്കുകയായിരുന്നു.